കാരം വരരുചി ഭാഷ്യകാരം വരരുചി ചിത്രകാരം ച പ്രണതോസ്മി. അക്ഷരസമാപനത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ 14 സൂത്രങ്ങൾ. ഈ 14 സൂത്രങ്ങൾ പാണിനി നിർമ്മിച്ചത് അഷ്ടാധ്യായിയിലെ സൂത്രങ്ങളിൽ പ്രത്യാഹാരങ്ങളെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ 14 സൂത്രങ്ങളിൽ നിന്ന് 44 പ്രത്യാഹാരങ്ങളെ പാണിനി ഉണ്ടാക്കി സൂത്രങ്ങളിൽ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പ്രത്യാഹാരങ്ങളെന്ന് പറയുമ്പോൾ അത് ചുരുക്കെഴുത്താണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, സ്വരങ്ങളെ എവിടെയെങ്കിലും പറയേണ്ടി വന്നു കഴിഞ്ഞാൽ പാണിനിയോടെ അച്ചെന്ന് പറയും. വ്യഞ്ജനങ്ങളെ എവിടെയെങ്കിലും പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ഹല്ലെന്ന് പറയും. അപ്പോൾ നമ്മൾ അച്ചെന്ന് പറയുന്നതിൽ നിന്ന് സ്വരങ്ങളെല്ലാം ഗ്രഹിക്കണം. ഹല്ലെന്ന് പറഞ്ഞാൽ വ്യഞ്ജനങ്ങളെല്ലാം ഗ്രഹിക്കണം. അതുകൊണ്ട് മാത്രാലാഭം വരുന്നു. അച്ചെന്ന് പറയുമ്പോൾ ഇവിടെ ആ ഈ ഉ ഋ ഏ ഓ ഐ ഔ ഇത്രയും സ്വരങ്ങളെ ഗ്രഹിക്കണം. ഈ സ്വര അക്ഷരങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. ഇതിൽ ആ ഈ ഉ എന്ന് പറയുന്ന ഈ 3 എണ്ണം ഇതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് സ്വരങ്ങൾ. ഈ 3 എണ്ണത്തിന് മൂലസ്വരങ്ങളെന്ന് പറയും, ശുദ്ധസ്വരങ്ങളെന്നും പറയും. ശുദ്ധസ്വരം എന്ന് വെച്ചാൽ ഇതിൽ വേറെ കലർപ്പൊന്നുമില്ല. ആ ഈ ഉ ശുദ്ധമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ 2 രൂപങ്ങളാണ്. ഒന്ന് ഹ്രസ്വം, മറ്റൊന്ന് ദീർഘം. മൂന്നാമതൊരു ഭേദം പറയുന്നുണ്ട്, പ്ലുതം. അത് അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളൂ. അത് വാക്യത്തിലേ വരാറുള്ളൂ. നമ്മുടെ ഭാഷയിൽ അത് വാക്യത്തിലേ വരാറുള്ളൂ. വാക്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ ഈ ഉ ഇതാണ് അക്ഷരം. പിന്നെ അക്ഷരങ്ങളെന്ന് പറയും, വർണ്ണങ്ങളെന്നും പറയും. ഈ വ്യാകരണത്തെ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങൾ വ്യാകരണം പഠിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ച് എല്ലാം പുതുമയുള്ള ശബ്ദങ്ങളാണ്. അപ്പോൾ ഈ ആ ഈ ഉ ഇതിനെ അക്ഷരങ്ങളെന്ന് പറയാം, വർണ്ണങ്ങളെന്നും പറയാം. പിന്നെ ഇതിനെ തന്നെ അകാരം ആകാരം എന്നും പറയും. നമ്മൾ വ്യാകരണത്തെ ചർച്ച ചെയ്യുമ്പോൾ ഇത് മാറി മാറി ഉപയോഗിക്കും. ചിലയിടത്ത് അക്ഷരങ്ങളെന്ന് പറയും, ചിലയിടത്ത് വർണ്ണങ്ങളെന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയെന്ന് ധരിച്ചോളും.
പക്ഷെ അകാരം ആകാരം എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. അകാരം എന്ന് പറയുമ്പോൾ ഹർസു, ആകാരം എന്ന് പറയുമ്പോൾ ദീർഘം എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇനി ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ ഹ്രസ്വം ദീർഘം എന്നുള്ള ഒരു പ്രത്യേകത ഇല്ലാതെ പറയണമെങ്കിൽ അവർണമെന്ന് പറയും. അവർണമെന്ന് പറയുമ്പോൾ അത് ഹ്രസ്വമാകാം, ദീർഘവുമാകാം, ഏതുമാകാം. ആ അക്ഷരം അങ്ങനെ പറയാറില്ല. വേണമെങ്കിൽ പറയാം ആ എന്ന അക്ഷരം, പക്ഷെ അകാരം എന്ന് പറയാം. അതിന് നിയമമുണ്ട്. വർണ്ണാത് കാരഹ, വാർത്തികാരം പറഞ്ഞിട്ടുണ്ട്. വർണ്ണത്തിൽ നിന്ന് കാര എന്ന് പറയുന്ന ഒരു പ്രത്യയം ചേർത്ത് കഴിഞ്ഞാൽ അകാരം, ഇകാരം, ഉകാരം, കകാരം, അതിലും വ്യത്യാസമുണ്ട്. ഇപ്പൊ കകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും വ്യഞ്ജനം മാത്രമല്ല, വ്യഞ്ജനവും ആ സ്വരവും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത് കകാരം. അവിടെ ക പ്ലസ് ആ, അതിന് കകാരം എന്ന് പറയും. അകാരം ഹ്രസ്വമായ, ആകാരം ദീർഘമായ, ഇതെല്ലാം സാമാന്യമായി അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാതെ വരും. അതിലിവിടെ വരുന്ന ര, ഹയ വരട്ടിലെ ര, അതിന് രകാരമെന്ന് പറഞ്ഞാൽ തെറ്റില്ല, വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ രകാരം എന്ന് പറയുന്നതിന് പകരം രേഫം എന്നാ പറയുന്നു. അതിന് പ്രത്യേകിച്ചൊരു പേര് കൊടുത്തു വാർത്തികാരൻ, രാത് ഇഭ, ഇഭ പ്രത്യേകം. അതുകൊണ്ട് രകാരം എന്ന് പറയുന്നതിന് പകരം രേഫം എന്ന് ആണ് ഉപയോഗിക്കുന്നത്. എന്ന് വിചാരിച്ച് രകാരം എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് ചോദിച്ചാൽ ചിലരങ്ങനെയും പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? രേഫം എന്ന് വെച്ചാൽ ര എന്ന് മനസ്സിലാക്കിക്കൊള്ളു. അതിൽ ആ ഈ ഉ എന്ന് പറയുന്ന ഈ അക്ഷരങ്ങൾ പറഞ്ഞ് ശുദ്ധാക്ഷരങ്ങൾ, ഇതിലൊരു കലർപ്പുമില്ല. അടുത്തു വരുന്ന എന്താണ്? ഋ. ഇത് ശുദ്ധാക്ഷരമല്ല, ശുദ്ധസ്വരങ്ങളല്ല. ശുദ്ധാക്ഷരം എന്ന് വെച്ചാൽ ശുദ്ധസ്വരങ്ങളല്ല. ഋ എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിലൊരു ഋ എന്ന് വെച്ചാൽ രേഫം അതിച്ചേർന്നിട്ടുണ്ട്. ര ഇവിടെ അതി വരുന്നുണ്ട് സ്വരത്തോടൊപ്പം തന്നെ. ആ എന്ന് ഉച്ചരിക്കുമ്പോൾ അല്ലല്ലോ ഋ എന്ന് ഉച്ചരിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത് വരുന്ന നമ്മൾ ഋ എന്ന് ഉച്ചരിക്കുകയാണെങ്കിൽ അതിൽ ഒരു ല് കൂടെയുണ്ട്. അതുകൊണ്ട് ഇതിനെ പറയുന്നത് എന്താണ്? ഇത് ഒരു തരത്തിലുള്ള സംയുക്താക്ഷരം എന്നാണ് പറയുന്നത്. ശുദ്ധസ്വരങ്ങളല്ല പറയും. നൃസിംഹവത് വർണ്ണദ്വയ സംയുക്തം എന്ന് പറയും. നൃസിംഹ ശരീരവത്ത് എന്ന് പറയും. നൃസിംഹം എന്ന് വെച്ചാൽ നരസിംഹം. നരസിംഹത്തിന്റെ പകുതി മനുഷ്യനും പകുതി ഉടല് സിംഹമാണ്. അതുപോലെ ഋ എന്ന് പറയുന്ന പകുതി സ്വരവും എന്നാൽ ഒരു വ്യഞ്ജനത്തിന്റെ ഛായ അതിനകത്തുണ്ട്. ഋല് ര് വരും, ഋല് ല് വരും. ബാക്കിയുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് എ ഓ ഐ ഔ, ഇത് സന്ധ്യാക്ഷരങ്ങളാണ്. അത് സ്വരങ്ങൾ കൂടിച്ചേർന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം സാമാന്യമായി നമ്മൾ അക്ഷരങ്ങളെന്ന് പറയും, വർണ്ണങ്ങളെന്ന് പറയും. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് സൂത്രങ്ങളിൽ. ഈ വർണ്ണങ്ങൾ കൂടിച്ചേർന്നാണ് പദം, മലയാളത്തിൽ വാക്കെന്ന് പറയും. ഇപ്പൊ രാമഹ എന്ന് പറഞ്ഞു, രാ മ വിസർഗം. അപ്പോൾ ഈ അക്ഷരങ്ങൾ കൂടി ചേർന്നാണ് രാ. അതിനെ പിരിച്ചു കഴിഞ്ഞാൽ ര് പ്ലസ് ആ, മ പ്ലസ് ആ പ്ലസ് വിസർഗം. ഇപ്പൊ രാമഹ എന്ന് പറയുന്നതിൽ അനേകം അക്ഷരങ്ങൾ കൂടി ചേർന്നു.
അപ്പോൾ അനേക അക്ഷരങ്ങൾ അല്ലെങ്കിൽ വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ അത് പദമാകും. ഇനി അങ്ങനെയുള്ള അനേക പദങ്ങൾ കൂടി ചേരുമ്പോൾ അത് വാക്യമാവും. രാമഃ ഗ്രാമം ഗച്ഛതി. അവിടെ 3 പദങ്ങൾ വന്നു. രാമഃ ഗ്രാമം ഗച്ഛതി. ഒരു വാക്യം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മൂലരൂപങ്ങളെന്ന് പറയുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഈ അക്ഷരങ്ങളിവിടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. കാരണം ഇതിൽ നിന്ന് നമ്മൾ പദങ്ങൾ മനസ്സിലാക്കണം, പദങ്ങളിൽ നിന്ന് വാക്യങ്ങൾ മനസ്സിലാക്കണം. വ്യാകരണത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ശബ്ദശാസ്ത്രം. ശബ്ദശാസ്ത്രം എന്ന് പറഞ്ഞാലും വ്യാകരണമാണ്. വ്യാകരണത്തിൽ ഒരു ഭാഗം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഈ ശബ്ദങ്ങളെക്കുറിച്ചാണ്. ഈ വർണ്ണങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, അത് 2 വർണ്ണങ്ങൾ അടുത്ത് വരുമ്പോൾ എന്തൊക്കെ മാറ്റം സംഭവിക്കുന്നു, അതെല്ലാം നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പം മനസ്സിലാകും. എന്നാൽ വ്യാകരണത്തിന് അർത്ഥത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ശബ്ദം മാത്രമല്ല. അതുകൊണ്ട് വ്യാകരണത്തിന് അർത്ഥശാസ്ത്രമെന്നും പറയും. കാരണം ഇപ്പോൾ കർത്ത എന്ന് പറയുന്ന ഒരു ശബ്ദം, കൃ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ത്രിച്ച് എന്ന് പറയുന്ന ഒരു പ്രത്യയം വന്ന് അത് കർത്തൃ അർത്ഥത്തിലാണ്. ഇപ്പൊ കർത്ത എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നവൻ. അങ്ങനെ ആ ശബ്ദം ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ അർത്ഥവും കിട്ടും. അപ്പോൾ അത് വ്യാകരണം 2 ശാസ്ത്രമായിട്ട് തിരിയും. ഒന്ന് ശബ്ദശാസ്ത്രവും മറ്റൊന്ന് അർത്ഥശാസ്ത്രവും. സന്ധിയെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശബ്ദശാസ്ത്രമാണ്. ശബ്ദങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുന്നു. പക്ഷെ വൈയാകരണന്മാരെന്ത് ചെയ്യും? എവിടെയും അർത്ഥത്തെയും കണ്ടെത്തും. എവിടെയും വെറുതെ ശബ്ദം ഉണ്ടായിട്ട് കാര്യമുണ്ടല്ലോ. ശബ്ദം എന്ന് പറയുന്നത് ആശയവിനിമയത്തിനാണ്. ആശയം എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ അർത്ഥമാണ്. ആ ഈ ഊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറും സ്വരങ്ങളാണ്. പക്ഷെ ഇതിന് തന്നെ അർത്ഥം ഇതിന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. കേവലം ഒരു അറിവിന് വേണ്ടി പറയുന്നതാണ്. ആ എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, ഈ എന്ന് പറഞ്ഞാൽ മായ, ഇങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. നന്ദികേശ്വരൻ എന്ന് പറയുന്ന ഒരു ആചാര്യൻ ഇതിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, കാശിക. ഇതിൻ്റെയൊക്കെ ഈ വർണ്ണങ്ങളുടെ തന്നെ അർത്ഥം, അതുമെല്ലാം ആധ്യാത്മികമായ അർത്ഥം വച്ചിട്ട് ഇതിനകത്ത് എല്ലാ പ്രപഞ്ച രഹസ്യങ്ങളും പറഞ്ഞിരിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? വ്യാകരണം എന്ന് പറയുന്നത് കേവല ശബ്ദശാസ്ത്രമാണ്, അത് അർത്ഥശാസ്ത്രമാണ്. പാണിനിക്കും പതഞ്ജലിക്കും ശേഷമുണ്ടായ ഒരാചാര്യനാണ് ഭർതൃഹരി. ഭർതൃഹരി ഇതിനെല്ലാം വ്യാഖ്യാനിച്ചത് പൂർണ്ണമായ ഒരു അർത്ഥശാസ്ത്രമായിട്ടാണ്. ഭർതൃഹരി പറയുന്നത് ശബ്ദബ്രഹ്മ ഐക്യജ്ഞാനം, അതുകൊണ്ട് മോക്ഷം, അതിനു വേണ്ടിയിട്ടാണ് വ്യാകരണം. നമ്മൾ ജീവാത്മ പരമാത്മ ഏകത്വം എന്ന് പറയുന്ന പോലെ ശബ്ദബ്രഹ്മ ഐക്യജ്ഞാനം, അതിനുവേണ്ടി ഈ ശാസ്ത്രം എന്നാ പറയുന്നത്. എന്ന് പറയുമ്പോൾ ഇതിന് അത്രയും ഗൗരവം ഉണ്ടെന്നർത്ഥം. അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ സ്വരങ്ങളെ സംബന്ധിച്ച് ഇവിടെ നമ്മളിപ്പോൾ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രത്യാഹാരങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ആ 1ാമത്തെ സൂത്രത്തിലെ ആദ്യത്തെ അക്ഷരമായും 3ാമത്തെ സൂത്രത്തിലെ അവസാന വർണ്ണമായ ചീയും കൂടെ ചേർത്ത് അച്ചെന്നൊരു പ്രത്യാഹാരം ഉണ്ടാക്കുന്നു. അപ്പോൾ പൊതുവെ പറയുന്ന എന്താണ്? ആദിയിലെ വർണ്ണവും അവസാനത്തെ
അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവസാനത്തെ വ്യഞ്ജനങ്ങളെല്ലാം ഇത്തുകളാണ്. ഇതിന് വേറൊരു പേരൂടെ പറയും, അനുബന്ധം. ഇത്തുകൾക്കുള്ള ഞാനത് ആദ്യം ഇത് വിശദീകരിക്കുന്ന ചില മുമ്പോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഈ വാക്കുകൾ പറഞ്ഞു പോകും, അർത്ഥം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വരില്ല. അനുബന്ധം എന്ന് പറഞ്ഞാലും മനസ്സിലായിക്കോണം, കൂട്ടിച്ചേർക്കുന്നത് എന്നർത്ഥം, അവസാനം ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ ഓരോ സൂത്രത്തിലും അവസാനം കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ് ണ്, ക്, ങ്, ച്. അതുകൊണ്ട് ഇതിനെ അനുബന്ധങ്ങളെന്ന് പറയും. അപ്പോൾ ഈ അനുബന്ധങ്ങളോടുകൂടി ആദ്യ വർണ്ണങ്ങളെ കൂട്ടിച്ചേർത്ത് പ്രത്യാഹാരം ഉണ്ടാക്കാമെന്നാണ് പാണിനി പറയുന്നത്. അതുകൊണ്ട് ആയും ചിതും ചേർത്ത് നമ്മൾ പ്രത്യാഹാരം ഉണ്ടാക്കി. അതിൽ സ്വരങ്ങളെ ഗ്രഹിക്കണമെന്ന് പറഞ്ഞു, എല്ലാ സ്വരാക്ഷരങ്ങളെയും. അവിടെ വേറെ പ്രശ്നം വരും. എന്താണ്? ആ, ഈ, ഊ, ണ്. അവിടെ ഒരു ണ് വന്നു, റ്, ല്, ഖ് വന്നു, ങ് വന്നു. ഇതെന്ത് ചെയ്യും? കാരണം ഇത് ഇതിനകത്ത് വരുന്നതാണ്. അച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ണ്, ഖ്, ങ് അതിനെ കൊള്ളണമോ അതേ തള്ളണമോ? അപ്പോൾ പാണിനി ഏതിനെയൊക്കെയാണോ ഇത്തെന്ന് പേര് കൊടുത്തിരിക്കുന്നത് അതിനെയൊന്നും പ്രത്യാഹാരങ്ങളിൽ എടുക്കാൻ പാടില്ല. അതും പാണിനിയുടെ നിയമമാണ്. പ്രത്യാഹാരേഷു ഇതാം ന ഗ്രഹണം. പ്രത്യാഹാരങ്ങളിൽ ഇത്തുകളെ ഗ്രഹിക്കരുത്, ഉള്ളിൽ വരുന്ന അവസാനത്തിനെ എടുക്കരുത്. നമ്മൾ മനസ്സിലായിക്കോണം. അപ്പൊ അച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ, ഈ, ഊ എടുക്കണം, ണ് വിട്ട് കളയണം. റ് എടുക്കണം, ക്ക് ഉപേക്ഷിക്കണം. എന്തുകൊണ്ടാണ്? അതെല്ലാം അനുബന്ധങ്ങളാണ്, അല്ലെങ്കിൽ ഇത്തുകളാണ് പ്രത്യാഹാരങ്ങളിൽ. അത് ഇടയ്ക്ക് വന്നാലും അതിനെ ഗ്രഹിക്കാൻ പാടില്ല. അതിനൊക്കെ നിയമങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. എന്തുകൊണ്ടെന്ന് ചോദിക്കരുത്. ഇപ്പൊ അതൊരു നിയമമായി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞ ആദ്യം അന്ത്യവും ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യാഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദിയിലെ ആയും ചും ചേർത്ത് നമ്മളൊരു പ്രത്യാഹാരം ഉണ്ടാക്കി. ഇനി പാണിനി വേറൊരു പ്രത്യാഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ചെന്ന് പറയുന്ന പോലെ തന്നെ ഇച്ച്, അങ്ങനെ ഒരു പ്രത്യാഹാരം ഉണ്ടാക്കി. നമ്മൾ പഠിക്കുന്ന എന്താണ്? ആദിയും അന്ത്യവും കൂടെ ചേർത്ത് പ്രത്യാഹാരം ഉണ്ടാക്കാമെന്ന്. പക്ഷെ ഈ എന്ന് പറയുന്ന ആദിയിലല്ലല്ലോ. അപ്പൊ ഇച്ചെന്നെങ്ങനെ പ്രത്യാഹാരം ഉണ്ടാക്കാം എന്ന് പാണിനിയോട് ചോദിക്കരുത്. അപ്പൊ പാണിനി അവിടെ ആദ്യം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ പറയുന്ന പോലെ ആദ്യം എന്നുള്ള അർത്ഥത്തിലല്ല. ഏത് പ്രത്യാഹാരമാണോ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ കുറെ അക്ഷരങ്ങൾ കാണും. അപ്പൊ ഇച്ചെന്ന് പറയണമെങ്കിൽ ഈ തുടങ്ങി കുറെ അക്ഷരങ്ങൾ, അതായത് നമ്മുടെ ബുദ്ധി കൊണ്ട് കൽപ്പിക്കുന്ന കുറെ അക്ഷരങ്ങൾ, ഒരു സമൂഹം, അതിന്റെ ആദ്യം നടത്തണം, അല്ലാതെ ഒരു സൂത്രത്തിന്റെ ആദിയല്ല. ഒന്നാമത്തെ സൂത്രത്തിന്റെ ആദി രണ്ടാമത്തെ സൂത്രത്തിന്റെ ആദിയൊന്നും അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മളിവിടെ നമ്മുടെ ബുദ്ധി കൊണ്ടൊരു സമൂഹത്തെ കൽപ്പിക്കുന്ന ഏത്? ഈ, ഉ, റ്, എ, ഉ, ഐ, ഔ. ഇതാണ് നമ്മുടെ ബുദ്ധിയിലുള്ള സമൂഹം, അല്ലെങ്കിൽ നമ്മുടെ ഭാവനയിലുള്ള സമൂഹം. അതിന്റെ ആദിയും അവസാനത്തെ ഏതോ അതും കൂടെ ചേർത്ത് പ്രത്യാഹാരം ഉണ്ടാകും. അതുകൊണ്ട് സൂത്രത്തിന്റെ ആദി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. മുമ്പോട്ട് ചെല്ലുമ്പോൾ വരുന്ന ഒരുപാട് സംശയങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇവിടെ വിശദീകരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് പല ഭാഗങ്ങളും മനസ്സിലാക്കാതെ പോകും. പ്രത്യാഹാരങ്ങളെ സംബന്ധിച്ച് അറിയേണ്ട ചില കാര്യങ്ങൾ ഇതാണ്. അതുപോലെ ഇപ്പൊ അച്ഛന്നൊരു പ്രത്യാഹാരം ഉണ്ടാക്കി. അതുപോലെ തന്നെ നമുക്ക് അണ്ണെന്നൊരു പ്രത്യാഹാരം ഉണ്ടാക്കാം. അണ്ണെന്നൊരു പ്രത്യാഹാരം ഉണ്ടാകുമ്പോൾ വരുന്ന പ്രശ്നം എന്താണ്? അണ്ണെന്ന് പറഞ്ഞാൽ ആ, ഈ, ഉ, മൂന്നക്ഷരത്തെ എടുക്കാം. ആദ്യത്തേതിന് എന്തായാലും എടുത്തേ പറ്റും. തുടർന്ന് വരുന്ന രണ്ടെണ്ണത്തിനെ എടുക്കാം. മൂന്നാമത്തെ ണ്, അത് ഇത്ത്. ഇത്തെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഏതീതി ഇത്ത്. ഏതി എന്ന് വെച്ചാൽ പോകുന്നത്. ഏതി ഗച്ഛതി.
അപ്പോൾ എന്തായാലും അത് വേണ്ട. പക്ഷെ അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഇത്തുണ്ട്. എന്താണ്? ലണ്ണിലണ്ണ്. ഹയവരട് ലണ്ണ്. അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആദ്യത്തെ ആയും ലണ്ണിന്റെ അണ്ണും കൂടെ എന്തുകൊണ്ട് എടുത്തുകൂടാ? എടുത്താലെന്താ കുഴപ്പം? അണ്ണിലെ നകാരത്തെ എടുത്തു കഴിഞ്ഞാൽ, അതായത് പൂർവ്വ നകാരത്തെ എടുത്തു കഴിഞ്ഞാൽ ആ ഈ മൂന്നക്ഷരം കിട്ടും. പരത്തിലെ നകാരത്തെ എടുത്തു കഴിഞ്ഞാൽ ആ ഈ ഏ ഓ ഐ ഔ ഹ യ വ ര ല ഇത്രയും അക്ഷരം വരും. അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെടുക്കും. ഇവിടെ തന്നെ പൂർവം പരം എന്ന് പറയുന്നു വ്യാകരണത്തിൽ. പൂർവം എന്ന് പറഞ്ഞാൽ മുമ്പുള്ളത്, പരം എന്ന് പറഞ്ഞാൽ പിമ്പ്. അതും മനസ്സിലാകണം. വ്യാകരണം കേട്ടിട്ടില്ലാത്തവർക്ക് അതും പുതുമയുള്ള ശബ്ദങ്ങളാണ്. പൂർവം എന്ന് വെച്ചാൽ മുമ്പുള്ളത്, പരം എന്ന് പറഞ്ഞാൽ പിമ്പുള്ളത്. വായുകൊണ്ടില്ല ണ് എന്ന് പറയുന്നത് പൂർവം എന്ന് വെച്ചാൽ ഇനി വരുന്ന ഒരു നകാരത്തെ അപേക്ഷിച്ച് അത് മുമ്പിലാണ്. ലണ്ണിൽ ണ് എന്ന് പറയുന്നത് പരം. എന്തുകൊണ്ട്? ആദ്യത്തെ നകാരത്തെ അപേക്ഷിച്ച് അത് പിന്നീട് വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വരുന്ന ഇതാണ്. അണ്ണെന്ന് പറഞ്ഞാൽ ഏതിനെ എടുക്കണം? ആ ഈ മൂന്നിനെ എടുക്കണമോ അതോ ലാ വരെയുള്ള അക്ഷരങ്ങളെ എടുക്കും? അപ്പോൾ അതിൽ സ്വരവും വരും, കുറച്ച് വ്യഞ്ജനാക്ഷരങ്ങളും വരും. ഇവിടെ ആശയക്കുഴപ്പം വരുമ്പോൾ പാണിനി പറയുന്നത് അത് ഏത് സൂത്രത്തിൽ ഏതാണോ ആവശ്യമുള്ള അതിനെ എടുത്തോളൂ. അത് പാണിനി തന്നെ അത് സൂചിപ്പിക്കും. ഇവിടെ ഇന്നതാണ് എടുക്കേണ്ടത്, ഇവിടെ ഇന്നതാണ് എടുക്കേണ്ടത് എന്നുവെച്ചാൽ അത് വ്യാഖ്യാനം കൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണമെന്നർത്ഥം. അണ്ണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്നക്ഷരത്തിൽ എടുക്കാം, അവസാനം രണ്ടുവരെയുള്ള ലായി എടുക്കാം. അതെല്ലാം അതാത് സന്ദർഭങ്ങളിൽ മനസ്സിലാക്കിക്കോണം. ശരി, അണ്ണെന്ന് നമ്മളൊരു പ്രത്യാഹാരം ഉണ്ടാക്കി, അതുപോലെ ഇണ്ണെന്നൊരു പ്രത്യാഹാരം ഉണ്ടാക്കുകയാണ്. ഈ ഊ അങ്ങനെ ഒരു പ്രത്യാഹാരം ഉണ്ടാക്കാമോ? പാടില്ല. ആദിയിലുള്ള ഒരു വർണ്ണവും അവസാനവും ചേർത്ത് പ്രത്യാഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്ന ആ നിയമം അനുസരിച്ചാണെങ്കിൽ ഇണ്ണം നമുക്കുണ്ടാക്കാം. ഈ ഊ രണ്ടക്ഷരം കിട്ടും. പക്ഷെ അത് പാടില്ല. എന്തുകൊണ്ട്? പാണിനി അതിനെ അനുവദിക്കുന്നില്ല. പാണിനി അനുവദിച്ച പ്രത്യാഹാരമേ നമുക്കുണ്ടാക്കാൻ പറ്റൂ. അല്ലാതെ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് തോന്നിയതുപോലെ പ്രത്യാഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇണ്ണെന്ന് പറയുന്ന ഒരു പ്രത്യാഹാരം പാണിനി സൂത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ല. എന്നാ ഉപയോഗിച്ചിട്ടുണ്ട്. അതേത്? ആ ഈ ഊല ഈയും ലണ്ണിന് നകാരവും ചേർത്തൊരു പ്രത്യാഹാരം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുടങ്ങി ലാ വരെയുള്ള വർണ്ണങ്ങളെ എടുക്കാം. അല്ലാതെ ഒന്നാമത്തെ സൂത്രത്തിൽ ണ് ആയിട്ട് ചേർത്തിട്ട് ഇണ്ണെന്നൊരു പ്രത്യാഹാരം ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആര് പറഞ്ഞു? അതെല്ലാം പാണിനി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊന്നും നമുക്ക് ആശയക്കുഴപ്പങ്ങൾ വരേണ്ട കാര്യമില്ല. അതിനെല്ലാം പാണിനി തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാണിനി നിർദ്ദേശിച്ചിട്ടുള്ള നിയമമുണ്ട്. ആദ്യവും അവസാനവും കൂടെ ചേർത്ത പ്രത്യാഹാരം ഉണ്ടാകും. ഓരോ പ്രത്യാഹാരങ്ങളും സംജ്ഞകളാണ്. പക്ഷെ പാണിനി ഏതാണോ ഉദ്ദേശിക്കുന്നത് ആ പ്രത്യാഹാരങ്ങളെ നമുക്കുണ്ടാക്കാൻ അവകാശമുണ്ട്. അല്ല, അതിന്റെ ആവശ്യം വരില്ല. എന്നുവെച്ചാൽ മറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യാഹാരം ഉണ്ടാക്കിയാൽ, അപ്പൊ ഇണ്ണെന്നൊരു പ്രത്യാഹാരം ഉണ്ടാക്കിയെന്നിരിക്കത്തെ ഈ ഊ, പക്ഷെ അത് പാണിനീയ സൂത്രങ്ങൾ ഒരിടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഈ സൂത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഈ പ്രത്യാഹാരങ്ങളെ സംബന്ധിച്ച് നമ്മൾ പൊതുവെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അടുത്തു വരുന്ന വ്യഞ്ജനങ്ങളാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഹയവരട്ട്, ലണ്, ഇതാണ് വ്യഞ്ജനങ്ങൾ.
അപ്പോൾ ആ എന്ന് പറയുന്നതും അക്ഷരമാണ്, ഹ എന്ന് പറയുന്നതും അക്ഷരമാണ്, ആ എന്ന് പറയുന്നത് വർണ്ണമാണ്, ഹ എന്ന് പറയുന്ന വർണ്ണമാണ്. പക്ഷെ ഹയവിരടുന്ന പോലെ പറയുന്നിടത്ത് വ്യത്യാസമുണ്ട്. അവിടെ ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ് പ്ലസ് ആ. പക്ഷെ പാണിനി എവിടെയെങ്കിലും ഹായ നിർദ്ദേശിക്കുമ്പോൾ നമ്മൾ ആയ വിട്ടിട്ട് ഹ് മാത്രമേ എടുക്കാവൂ, ഹ എന്നുള്ള അക്ഷരത്തെ എടുക്കരുത്. സ്വരങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല, അച്ചെന്ന് പറഞ്ഞ ആയ തന്നെ എടുക്കണം. പക്ഷെ പാണിനി എവിടെയെങ്കിലും ഹല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ എന്ന് പറയുന്ന അക്ഷരത്തെ എടുക്കരുത് അവിടെ. പിന്നെയോ ഹായില ഹ് അത് മാത്രമേ എടുക്കാവൂ, ഈ അത് മാത്രമേ എടുക്കാവൂ, വ് അത് മാത്രമേ എടുക്കാവൂ. അതും പാണിനി തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഹ എന്നെടുത്തു കഴിഞ്ഞാൽ പോയി. വാസ്തവത്തിൽ വർണ്ണം എന്ന് പറയുന്ന അതിന്റെ നിർവചനമനുസരിച്ച്, ഡെഫിനിഷൻ അനുസരിച്ച് വർണ്ണത്തെ പറയുന്ന എന്താണ്? അവിഭാജ്യ ഏകോ നാദഃ വർണ്ണഃ എന്നാണ്. അവിഭാജ്യ, വിഭജിക്കാൻ കഴിയാത്ത ഏകമായ നാദം അല്ലെങ്കിൽ ധ്വനി, അതാണ് വർണ്ണം. വിഭജിക്കാൻ കഴിയാത്ത ധ്വനി എന്ന് പറയുമ്പോൾ ഹായിലെ അകാരത്തെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ ശേഷിക്കുന്നതാണ് ഹ്. അതാണ് ശരിക്കും വർണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ വർണ്ണത്തിന് ആ ഈ ഊ എല്ലാത്തിനും വർണ്ണമെന്ന് പറയും. പക്ഷെ ക് എന്ന് പറയുന്നതാണ് വർണ്ണം. എന്തുകൊണ്ട്? അതിനെ ഇനി വിഭജിക്കാൻ പറ്റത്തില്ല. ഹായ ഇനി നമ്മൾ ചെറുതാക്കാമെന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. അതിലെ സ്വരത്തെ അങ്ങ് കളഞ്ഞു. ഇപ്പൊ ഹ ഹി ഹു സ്വരത്തെ എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്താണ്? അവിഭാജ്യമായ ഏകനാദം എന്ന് പറയുന്നത് കാണാം. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ക തുടങ്ങിയ വർണ്ണങ്ങളെന്ന് പറയും. പക്ഷെ നമുക്കിപ്പോൾ അതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ എല്ലാത്തിനും വർണ്ണമെന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ ആ ഈ ഊ, ഇതിന് ഹ്രസ്വരൂപമുണ്ട്, ദീർഘരൂപമുണ്ട്. ഹ്രസ്വത്തിനും ദീർഘത്തിനും ലിപിയുമുണ്ട്. നമ്മൾ ആ എന്നെഴുതുന്നു, നമ്മൾ കാണുന്ന ലിപിയാണ്, ശബ്ദം നമ്മൾ ഉച്ചരിക്കുന്നു. ആ വ്യത്യാസം അറിഞ്ഞിരിക്കുന്നു. എഴുതി വച്ചിരിക്കുന്ന ശബ്ദമല്ല, ലിപിയാണ്. ആ എന്ന് പറയുന്നതിന് നമുക്ക് ലിപിയുണ്ട്. ആ ലിപി ഒന്നെഴുതിയ ആ, അത് ലിപിയാണ്, ഉച്ചരിക്കുന്ന ശബ്ദം. പക്ഷെ പുളുതം എന്ന് പറയുന്നത് എന്താണ്? മൂന്ന് മാത്രമേ ഉച്ചരിക്കുന്നതാണ്, അതിന് ലിപിയില്ല. ഹ്രസ്വത്തിനും ദീർഘത്തിനും ലിപി ഉള്ളതുപോലെ ആ ഇവിടെ എഴുതിയിട്ടുണ്ടാ എന്നുള്ളത്, അത് ലിപിയാണ്, ഉച്ചരിക്കാനും ചെയ്യാം. പക്ഷെ ഇതിന്റെ ശേഷം ഒരു മൂന്നെന്നൊരു സംഖ്യയോടെ എഴുതി കഴിഞ്ഞാലേ നമുക്ക് പ്ലുതമെന്നറിയാൻ പറ്റും. കാരണം പ്ലുതത്തിന് പ്രത്യേകിച്ച് ലിപിയില്ല. അത് പറയും ഏകമാത്രോ ഭവേത് ഹ്രസ്വഃ, ദീർഘമാത്രോ ദീർഘ ഉച്യതേ. ഏകമാത്ര ആണ് ഹ്രസ്വം. അത് ഇപ്പോൾ സ്വരത്തിൽ വരുന്ന ഏകമാത്ര. മാത്ര എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുന്ന കാലം എന്നാ പറയുന്നത്. കണ്ണടച്ച് തുറക്കുന്ന സമയം, അതാണ് ഒരു മാത്ര. അതിനു വേണ്ടി വരുന്ന കാലം, മാത്ര എന്ന് വെച്ചാൽ കാലം എന്നാണ്. ത്രിമാത്രസ്തു പ്ലുതോജ്ഞേഹ. അപ്പോ ഏകമാത്രോ ഭവേത് ഹ്രസ്വഃ. ഹ്രസ്വം എന്ന് പറയുന്നത് ഏകമാത്രമാണ്. ഡിമാത്ര ദീർഘ ഉച്യതേ. രണ്ട് മാത്ര വരും ദീർഘത്തിന്, മൂന്ന് മാത്ര പ്ലുതത്തിന്. ത്രിമാത്രസ്തു പ്ലുതോ ജ്ഞേയ. ഇതിപ്പോ പറഞ്ഞതിനു വേണ്ടി അർദ്ധമാത്രന്തു വ്യഞ്ജനം. വ്യഞ്ജനാക്ഷരങ്ങൾക്ക് അർദ്ധമാത്രമേ ഉള്ളൂ.
ഒരു മാത്രയുടെ പകുതി. അതുകൊണ്ടാണ് വ്യഞ്ജനത്തിന് ക്ലിഷ്ട ഉച്ചാരണം എന്ന് പറയുന്നത്. വ്യഞ്ജനം ഉച്ചരിക്കാൻ പ്രയാസമാണ്, ശരിക്കും ഉച്ചരിക്കാൻ സാധ്യമല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അന്തരേണ അചം വ്യഞ്ജനസ്യ ഉച്ചാരണം അപി ന ഭവതി. അച്ഛനെ കൂടാതെ വ്യഞ്ജനത്തെ ഉച്ചരിക്കാനേ സാധ്യമല്ല. എന്നാലും നമ്മൾ കഷ്ടപ്പെട്ട് ഉച്ചരിക്കും എന്ന്. എന്തുകൊണ്ടാണ്? അത് അർത്ഥം മാത്രമാണ്. കണ്ണടച്ച് തുറക്കുന്ന സമയത്തിന്റെ പകുതി എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു ശബ്ദം ഉച്ചരിക്കുന്ന പ്രയാസമാണ്. അപ്പൊ അർത്ഥമാത്രത്തിൽ ഉച്ചരിക്കുന്ന ആ വ്യഞ്ജനത്തെയാണ് ശരിക്കും വർണ്ണം എന്ന് പറയുന്നത്. അതതിന്റെ കർശനമായ നിയമം അനുസരിച്ച്. നമ്മളിപ്പോൾ എല്ലാത്തിനും വർണ്ണമെന്ന് പറയും. അപ്പൊ അതിനോടൊരു സ്വരം ചേർത്ത് കഴിഞ്ഞാൽ പറയും അത് അക്ഷരമാണ്. ക എന്ന് പറഞ്ഞാൽ വർണ്ണവും ക എന്ന് പറഞ്ഞാൽ അക്ഷരവും, അങ്ങനെ ഒരു ഭേദം പറയും. നമ്മൾ വ്യാകരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹൽ എന്നൊരു പ്രത്യാഹാരത്തെ കണ്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സംജ്ഞയെ കണ്ടുകഴിഞ്ഞാൽ നമ്മളതിന്റെ ആ വർണ്ണത്തെ മാത്രമേ എടുക്കാവൂ. ഹ എന്ന് പറയുന്ന അക്ഷരത്തെ എടുക്കരുത്. സംസ്കൃതത്തെ സംബന്ധിച്ചിടത്തോളം ലിപി എന്ന് പറയുന്ന അക്ഷരത്തിനാണ്, ധ്വനിക്കല്ല. ഇംഗ്ലീഷിലും മറ്റും ലിപി ധ്വനിക്കാണ്, ശബ്ദത്തിനാണ് ലിപി അവിടെ വച്ചിരിക്കുന്നത്. സംസ്കൃതത്തിലങ്ങനെയല്ല, അക്ഷരത്തിനാണ് ലിപി. അവിടെ ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വരം വിട്ടിട്ട് ബാക്കി എടുക്കാം, ഹ്. അപ്പോൾ അതുകൊണ്ടാണ് പാണിനി ഇവിടെ പറയുന്നത് ഹകാരാദികളിലുള്ള അകാരങ്ങൾ, ഹായിലും മറ്റും വരുന്ന സ്വരങ്ങൾ നിങ്ങൾ പ്രക്രിയകളിൽ ഉപയോഗിക്കരുത്. വ്യാകരണ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് അത് ഉപയോഗിക്കരുത്. അത് ഉച്ചാരണത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഉച്ചരിക്കുമ്പോൾ ഹായ വരട്ട് എന്ന് സ്വരം ചേർത്ത് ഉച്ചരിക്കാം. പ്രക്രിയകളിൽ അത് ഉപയോഗിക്കരുത്. ഹല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ് മാത്രമേ എടുക്കാവൂ. അത് ഹയ വരട്ടിനെ സംബന്ധിച്ച്. ലണ്ണിനെ സംബന്ധിച്ചോ, ലണ്ണിന് അകാരം ഇതുപോലെ തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. ഇത് എടുത്താൽ മതി. പക്ഷെ ആ ആകാരത്തെ ഇവിടെ ഇത്താക്കി, അതിനെ മാത്രം ഈ വ്യഞ്ജനങ്ങളിൽ ഒരേ ഒരു വർണ്ണം ലായിലെ ആകാരത്തെ ഇത്താക്കി. എന്നുവെച്ചാൽ അതിന് ഇത്തെന്ന് പറയുന്ന ഒരു സംജ്ഞ കൊടുത്തു. ഇതാര് കൊടുത്ത്? ഇത് പാണിനിയാണോ ഇതിന് ഈ സംജ്ഞ കൊടുത്തതോ പിന്നീട് വന്ന ആചാര്യന്മാരോ ആണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. ചിലർ പറയുന്നു പാണിനിയാണ് ഇതിന് സംജ്ഞ കൊടുത്തത്, ചിലർ പറയുന്നു അല്ല, പിൽക്കാലത്ത് വന്നവരാണ് കൊടുത്തത്. മറ്റുള്ളതിന്റെ കാര്യത്തിലൊന്നും ആ വിവാദമില്ല. ഇതെല്ലാം ഇത്താക്കിയത് പാണിനിയാണ്. ഇതിന് മാത്രം ഒരു തർക്കമുണ്ട്. എന്തായാലും നമ്മൾ ലഘുസിദ്ധാന്ത പദവി പഠിക്കുമ്പോൾ ലായിലെ അകാരത്തെ ഇത്തായി ഗണിക്കണം. എന്തിനാ ഇത്താക്കുന്നത്? അതും പോകുന്നതാണ്. ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല. നമ്മൾ പ്രക്രിയകളിൽ തന്നെ എടുക്കാവൂ. ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനമുള്ള എന്താണ്? പ്രത്യാഹാരത്തെ ഉണ്ടാക്കുക. അച്ചെന്ന് പറയുന്ന പ്രത്യാഹാരം നമുക്കറിയാം, ഹല്ലും അറിയാം. ഇവിടെ ഒരു പുതിയ പ്രത്യാഹാരം ഉണ്ടാക്കും. ആ പ്രത്യാഹാരമാണ് ര. ര എന്ന് പറയുന്ന ഒരു പ്രത്യാഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലകാരത്തിലെ അകാരത്തിനെ പാണിനി ഇത്താക്കിയത്. അപ്പൊ ര എന്ന് പറഞ്ഞാൽ എന്തിനെടുക്കും? സ്വാഭാവികമായിട്ടും ഹ യ വ ര. അവിടെ ര എന്നാ പറയുന്നത്. അപ്പോ ര എന്ന് പറഞ്ഞാൽ ഹയ വരട്ടുള്ള രായല്ല. എന്തുകൊണ്ട്? അവിടെ രേഫം, രാക്ക് നേരത്തെ പറഞ്ഞല്ലോ രേഫം എന്ന് പറയുന്നു. അവിടെ രാക്ക് പരമൊരകാരമുണ്ട്. പക്ഷെ അതിന് നമുക്ക് പ്രത്യാഹാരത്തിലെ അത് മാത്രം വെച്ച് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രത്യാഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് ഇത്തല്ല.
രാക്ക് ശേഷമുള്ള രേഫത്തിന് ശേഷമുള്ള അകാരം ഉച്ചാരണാർത്ഥം. അതുകൊണ്ട് അത് വിട്ടു. അടുത്തു വരുന്നത് ട്. അത് ഇത്താണ്. അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് പ്രത്യാഹാരം ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ അതും വിട്ടു. പിന്നെ വരുന്ന ല. ലാക്ക് ശേഷം ഒരു ണുണ്ട്. അപ്പോൾ ആ രായിലെ ആ രേഫവും ഈ ണുവും കൂടെ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രത്യാഹാരം ഉണ്ടാക്കാം. രണ്ണെന്ന്. നമ്മൾ രണ്ണെന്ന് പറഞ്ഞൊരു പ്രത്യാഹാരം ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. അതിലേതൊക്കെ അക്ഷരങ്ങൾ വരും? ര്, അതായത് രേഫവും വരും, ല് ലകാരവും വരും. ല് എന്ന് പറയുന്ന അക്ഷരവും വരും. ഇപ്പൊ രണ്ണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നിർഭാഗ്യവശാൽ പാണിനി രണ്ണെന്ന് പറയുന്ന ഒരു പ്രത്യാഹാരത്തെ അംഗീകരിച്ചില്ല. അപ്പം നമുക്ക് രണ്ണെന്ന് പറഞ്ഞ ഒരു പ്രത്യാഹാരത്തിലൂടെ ര് ല് രണ്ടക്ഷരത്തിൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ ര് ല് എന്ന് പറയുന്ന രണ്ടക്ഷരങ്ങളെ നമുക്ക് വേണം ഒരു പ്രത്യാഹാരത്തിൽ. അതിനുവേണ്ടി ഇവിടെ പ്രയോഗിക്കുന്ന ഒരു ബുദ്ധിയാണ് ലകാരത്തിന് ശേഷമുള്ള അകാരത്തിന് ഇത്താക്കുക. ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. ലകാരത്തിന് ശേഷമുള്ള അകാരത്തെ ഇത്താക്കുക. എന്നിട്ട് ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയവരട്ടിലെ രിന് ശേഷമുള്ള അകാരത്തെ എടുക്കരുത്. ര എന്ന് പറയുമ്പോൾ ലകാരത്തിന് ശേഷമുള്ള അകാരത്തെ എടുക്കണം. ര എന്ന് പറയുമ്പോൾ പാണിനി ഉച്ചരിക്കുന്നത് ഹയവരട്ടിലെ രേഫവും ലണ്ണിലെ ആ ഇടയ്ക്ക് വന്ന അകാരവും കൂടെ ചേർത്തിട്ടാണ് ര എന്ന് പറയുന്നത്. ര എന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ രണ്ടക്ഷരങ്ങൾ വരും. ര് ല് രണ്ടക്ഷരം വരും. രായ ഒരു പ്രത്യാഹാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ര എന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ രണ്ടക്ഷരങ്ങൾ വരും. ഹയ വരട്ടിലെ ര്, ലണ്ണിലെ ല്. അവിടെ ര എന്ന് പറയുന്നതിന് പകരം രണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ രണ്ടക്ഷരം തന്നെ കിട്ടും. എന്തുകൊണ്ട്? രായ്ക്ക് ശേഷമുള്ള അകാരം പോയി, ലേക്ക് ശേഷമുള്ള അകാരം പോയി. പക്ഷെ രണ്ണെന്ന് പ്രത്യാഹാരം പാണിനി ഉണ്ടാക്കിയില്ല. പാണിനി അങ്ങനെ പ്രയോഗിച്ചതുമില്ല. പക്ഷെ പാണിനി പ്രയോഗിച്ചെങ്ങനെ? ര എന്നൊരു പ്രത്യാഹാരം. അപ്പോൾ ഒരു സ്വരാക്ഷരത്തെ ഇത്താക്കിയിട്ട് ഒരു വിശേഷമായ ഒരു പ്രത്യാഹാരം കൂടെ ഇതിൽ ഉപയോഗിച്ച് പാണിനി. വേറെ ഒരു സ്വരാക്ഷരത്തെ ഇത്താക്കിയിട്ടില്ല. ബാക്കി എല്ലായിടത്തും ഇത്തായിരിക്കുന്ന എന്താണ്? വ്യഞ്ജനാക്ഷരങ്ങളാണ്. ണ്, ക്, ങ്, ച്, ട് എല്ലാം വ്യഞ്ജനാക്ഷരങ്ങൾ. ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പാണിനീയത്തിൽ ചില ബുദ്ധിമുട്ട് തോന്നുന്നത്. മനസ്സിലാക്കും. എല്ലായിടത്തും ണ്, ക്, ച് ഇതിനെയൊക്കെ ഇത്ത് എന്ന് പേര് കൊടുത്ത് അതുകൊണ്ട് പ്രത്യാഹാരം ഉണ്ടാക്കി ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ലകാരത്തിന് ശേഷമുള്ള അകാരത്തിനെ ഇത്താക്കി എന്നിട്ട് ര എന്ന് പറഞ്ഞൊരു പ്രത്യാഹാരം ഉണ്ടാക്കി. അവിടെ ര എന്ന് പറഞ്ഞാൽ അതിലെ അകാരം രേഫത്തിന് ശേഷമുള്ള ആയല്ല, ലണ്ണിന് അകാരമാണ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാനൊരു പ്രയാസം തോന്നും. പക്ഷെ അത് മനസ്സിലാക്കണം. ര എന്ന് പാണിനി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യാഹാരമാണ്. ആ പ്രത്യാഹാരത്തിൽ രണ്ടക്ഷരങ്ങളുണ്ട്, രേഫവും ലകാരവും. അതിലെ ര എന്ന് പറയുന്നതിൽ ര് പ്ലസ് ആയാണ്. ആ എന്ന് പറയുന്നത് ഹയവരട്ടിലെ രേഫത്തിന് ശേഷമുള്ള അല്ല, ലണ്ണിലെ ലകാരത്തിന് ശേഷമുള്ള അകാരമാണ്. ആ ലണ്ണിലെ ശേഷത്തിലുള്ള ആ അകാരം എന്ന് പറയുന്നത് അത് ഇത്താണ്. അതും പോകുന്നതാണ്, നിൽക്കില്ല. ഹയവരട്ടിലെ ഓരോ അകാരങ്ങളും പോകുന്നത് പോലെ ഇതും പോകുന്നതാണ്. പക്ഷെ ഇതിന് ഇത്തൊന്നൊരു സംജ്ഞ കൊടുത്തു. അപ്പോൾ ഹയവരട്ട്
ലെണ്ണ്. ഇവിടെ അഞ്ചാമത്തെ സൂത്രമാണ് ഹയവരട്ട്. അതിനകത്ത് 1, 2, 3, 4 വ്യഞ്ജനാക്ഷരങ്ങൾ. ലണ്ണെന്ന് പറയുന്ന ഒരു സൂത്രം ഉണ്ടാക്കി, ആറാമത്തെ സൂത്രം. അതിനകത്ത് ഒരേ ഒരു അക്ഷരമേ ഉള്ളൂ, ല്. ഒരേ ഒരു അക്ഷരത്തിന് വേണ്ടി പാണിനി ഒരു സൂത്രത്തെ ഉണ്ടാക്കി. ര എന്ന് പറയുന്ന പ്രത്യാഹാരം ഒന്ന് എഴുതിയിട്ട് അതിനെ പിരിച്ചു കാണിച്ച്, ര എന്ന് പറയുന്ന പ്രത്യാഹാരത്തെ എഴുതിയിട്ട് ര എന്നെഴുതിയിട്ട് അതിനകത്ത് ഏതൊക്കെ അക്ഷരങ്ങൾ വരുന്നു എന്നുള്ളത് ര സമം ര് ആ എന്നെഴുതി കാണിക്കും. ര് ല്, അതെ ഇത് മതി. രാസമ ര് ല്. അത് ഇപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. രാസമ ര് ല്. അതിനെ ഇനി ഒന്നുകൂടെ പിരിച്ചു കാണിക്കാം. രാസമം ര് പ്ലസ് ആ പ്ലസ് ട് പ്ലസ് ല് പ്ലസ് ആ എന്ന് വരുമ്പം അതിനകത്ത് ഏതൊക്കെ അക്ഷരങ്ങൾ വന്നിരിക്കുന്നു, എഴുതിയിരിക്കുന്ന പോലെ. രാസമം ര് പ്ലസ് ആ, പിന്നെ വരുന്ന ഏതാണ്? ട്. അവിടെ ഒരു ട് ആണ്, ല് അല്ല വരുന്നത്. ര് പ്ലസ് ആ ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? അതിന്റെ ഇടയ്ക്കെല്ലാം പ്ലസ് ഇട്ടേക്കുക. അപ്പോൾ അത് ഏതൊക്കെ വരുന്നതെന്നറിയാൻ പറ്റും. ര് പ്ലസ് ആ പ്ലസ് ട്. ട് ആക്കണം, അതിന്റെ അടിയിലൊരു വെട്ട് കൊടുക്കണം. സംസ്കൃതത്തിൽ വ്യഞ്ജനാക്ഷരങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അക്ഷരം എഴുതിയിട്ട് അതിന്റെ അടിയിൽ കാണിച്ചിരിക്കുന്ന വലത്ത് സൈഡിലേക്ക് ചരിച്ചൊരു വെട്ട് കൊടുക്കും, ഒരു വര. അതിന്റെ അർത്ഥം അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇത് വ്യഞ്ജനമാണ്, ഇതിൽ സ്വരമില്ല. രാ എന്ന് പറയുന്നതിൽ ഏതൊക്കെ വന്നു? ര് പ്ലസ് ആ പ്ലസ് ട്. ആ ട് എന്ന് പറയുന്ന വ്യഞ്ജനമാണ്. അത് കഴിഞ്ഞ് ല് പ്ലസ് ആ വന്നു. ആയ ഹൈലൈറ്റ് ചെയ്യണം. അപ്പൊ ആ എന്ന് പറയുന്നത് എന്തായി? അതാണ് ഇവിടുത്തെ ഇത്ത്. അല്ല, അവിടെ ഒരു ല് വന്നു. ലിന്റെ ആവശ്യം ര് പ്ലസ് ആ പ്ലസ് ട് പ്ലസ് 2 പ്ലസ് വേണ്ട, 1 മതി. ല് പ്ലസ് ആ. ഇനി ആദ്യത്തെ രായും ഹൈലൈറ്റ് ചെയ്യുക, രിന്. ആദ്യത്തെ ര്. അപ്പൊ ഇവിടെ വന്നു ആദ്യത്തെ രിനെയും അവസാനത്തെ ആയും കൂട്ടി വായിക്കുക. ആദ്യത്തെ രിനാണ് നമ്മൾ പറയുന്നത് രേഫം. ആ രേഫത്തെയും അകാരത്തെയും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ രാ എന്ന് തന്നെ വായിക്കും. പിന്നെ ര് പ്ലസ് ആ എന്ന് എഴുതിയിരിക്കുന്ന അതിനെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ രാ എന്ന് തന്നെ വായിക്കും. പക്ഷെ പ്രത്യാഹാരം എന്ന് പറയുമ്പോൾ ആദ്യത്തെ രും അവസാനത്തെ ആയും കൂട്ടിച്ചേർത്താണ് നമ്മൾ പറയുന്നത് രാ എന്ന്. അതിൻ്റെ അകത്ത് ഏതൊക്കെ വരുന്നു? രീക്ക് ശേഷം രാവെന്ന്, അത് ഉച്ചാരണാർത്ഥം. അത് വിട്ട് ട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു പ്രത്യാഹാരേഷു ഇതാം ന ഗ്രഹണം. പ്രത്യാഹാരങ്ങളിൽ വിത്തുകളെ ഗ്രഹിക്കാൻ പറ്റില്ല, അത് വിട്ടു. പിന്നെ വരുന്ന ഏതാണ്? ലഘാണ്. അപ്പൊ രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഘും ലഘിനെ ഗ്രഹിക്കുന്നു. അവസാനത്തെ ആ എന്ന് പറയുന്ന ഇത്തായി, അതും പോയി. അപ്പൊ രാ പ്രത്യാഹാരം മനസ്സിലാക്കിയല്ലോ. അവ രണ്ടെണ്ണം നമുക്ക് ഉണ്ടാക്കാനും പാടില്ല. രാ എന്ന് പറഞ്ഞാൽ രഘില് താഴെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ 2 അക്ഷരങ്ങളെ ഗ്രഹിക്കണം. അതിൽ ഇനി ആർക്കും ഒരു സംശയവും വരാൻ പാടില്ല. രഘില് ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി വരുന്ന ഏതാണ്? ഹൈ വരട്ട്. അപ്പോൾ ഇതിൽ 1, 2, 3, 4 ലെണ്ണെന്ന് പറയുന്ന ഒരേ ഒരു വ്യഞ്ജനം. അതിനു വേണ്ടിയിട്ട് പാണിനി ഒരു സൂത്രത്തെ ഉണ്ടാക്കി. ഒരക്ഷരത്തിന് വേണ്ടി. അവസാനം ഹല്ല്. അവിടെ ഒരു അക്ഷരത്തിന് വേണ്ടി, ഒരു വർണ്ണത്തിന് വേണ്ടി ഒരു സൂത്രത്തെ ഉണ്ടാക്കി. അതൊക്കെ പാണിനിക്ക് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ അത്രയും കടന്നു പോകണ്ട, ഈ പഠിച്ചുകൂടെ പോകും. ഉള്ളത് സംരക്ഷിക്കുന്നതാണ്. അടുത്ത് വരുന്ന എന്താണ്? ഞ മ ങ ണ ന എന്ന് പറയും. ഞം എന്നൊരു പ്രത്യാഹാരവും പാണിനിയുണ്ടാകും. അത് വളരെ അപൂർവമാണ്. ഈ ഞ മ ങ ണ ന എന്ന് പറയുന്ന ഈ 4 എണ്ണവും അനുനാസികങ്ങളെന്ന് പറയും. അതായത് വർഗാക്ഷരങ്ങൾ
വർഗാക്ഷരങ്ങൾ എഴുതി കാണിക്കാമെങ്കിൽ നല്ലതാണ്. ക ഖ ഗ ഖ ങ ച ച ജ ച ഞ. അങ്ങനെ നമ്മൾ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ക ഖ ഗ ഖ ങ ച ഛ ജ ഛ ഞ ഡ ഠ ഡ ഠ ണ ത ഥ ദ ധ ന പ ഫ ബ ഭ മ. ഈ അക്ഷരം ഞാൻ പഠിച്ചത് തറയിൽ മണൽ വിരിച്ചിട്ട് അതിൽ ഈ വിരലുകൊണ്ടാണ്. അന്ന് തെറ്റിച്ചപ്പോൾ ആശാൻ ഈ വിരൽ പിടിച്ച് മണൽ ഉരച്ചിട്ടുണ്ട്, രക്തം പൊടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഇതിനെ കാണുമ്പോൾ ഒരു ഭയം വരും, ഒരു പേടി. അങ്ങനെ പഠിപ്പിച്ചിരുന്നു. ഇതില് മേളിൽ 1 നമ്പർ ഇട്ടിട്ടുണ്ട്. അതൊരു ഗ്രൂപ്പാണ്. ഇതിന് ഖരാക്ഷരങ്ങളെന്ന് പറയും. ഖരം എന്നൊരു പേരുണ്ട്. അതിന്റെ മേളിൽ മലയാളത്തിൽ എഴുതാൻ പറ്റുമെങ്കിൽ അല്ല, ഖരം മേളിലോ താഴെയോ ഖരം, അത് അറിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തേന് ഖ ഝ ഢ ധ ഫ. ഇതിനെ അതിഖരം എന്ന് പറയും. എന്നുവെച്ചാൽ ഖരം എന്ന് പറഞ്ഞാൽ അല്പം കടുപ്പിച്ച് പറയുന്നു. അതിഖരം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കടുപ്പിച്ച് പറയുന്നു. മൂന്നാമത്തെ വരുന്നത് ഗ ജ ഡ ദ ബ. ഇതെല്ലാം വ്യക്തമായി ധരിച്ചിരിക്കണം. അല്ലെങ്കിൽ സന്ധിയിൽ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആകെ ഇതാരും നിർത്തി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയത്തിന് വേണ്ടി ചെലവാക്കുന്നത്. ഇരിക്കുന്നവരെല്ലാം ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കുമുണ്ട്. മൂന്നാമത്തെ എന്താണ്? മൃദു. കുറച്ച് സമയം പോയാലും കുഴപ്പമില്ല. ഗ ജ ഡ ദ ബ. ഇതിനെ മൃദു അക്ഷരങ്ങൾ. അത് ഉച്ചാരണത്തിലും അങ്ങനെയാണല്ലോ. നാലാമത്തേതിനെ ഘോഷം എന്ന് പറയും. ഘോഷാക്ഷരം. അതിരി ഘോഷിക്കുന്നതാണ്. ഖ ഝ ഢ ധ ഭ. അത് ഞാൻ ഉച്ചരിക്കുന്നത് വളരെ കറക്റ്റാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഉച്ചരിച്ച് നോക്കണം എത്ര കറക്റ്റായിട്ട് ഉച്ചരിക്കാൻ പറ്റുമെന്ന്. എന്റെ ഉച്ചാരണത്തെക്കുറിച്ച് എനിക്ക് അത്ര മതിപ്പില്ല. അടുത്ത് വരുന്നത് നാസിക, അനുനാസികങ്ങൾ. ങ ഞ ന ന മ. ഇതാണ് അനുനാസികങ്ങളെന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഈ പാണിനി ഏഴാമത്തെ ഈ സൂത്രത്തിൽ ഒരു ഗ്രൂപ്പിനെ എടുത്ത് കാണിച്ചിരിക്കുകയാണ്. ഈ അഞ്ചാമത്തെ ഗ്രൂപ്പ് അനുനാസികങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് അതിനകത്ത്. അതിനൊക്കെ പാണിനിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്, അതിന് താല്പര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഞമഗണ നമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഇത് അനുനാസികങ്ങളാണ്. ഇതിൽ മേളിൽ വന്ന ഹയവരട്ട് ലണ്ണ്, ഇതില് ആദ്യത്തെ ഹായും അവസാനത്തെ 14ാമത്തെ സൂത്രത്തില് 2 അക്ഷരമുള്ള സൂത്രം എല്ലാം കൂടെ ചേർത്തിട്ട് പാണിനി ഒരു പ്രത്യാഹാരം ഉണ്ടാക്കും. അതാണ് ഹല്ല്. അതിനകത്ത് എല്ലാ വ്യഞ്ജനങ്ങളും വരും. ഇനി അവിടുത്തെ തന്നെ 2ാമത്തെ അക്ഷരം യായും ലണ്ണിലെ നകാരവും ചേർത്ത് വേറൊരു പ്രത്യാഹാരം ഉണ്ടാക്കും. അതാണ് എണ്ണ്. എണ്ണെന്ന് പറയുന്നു. ഈ എണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ഇതും പാണിനി ഒരു പ്രത്യേക കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് എണ്ണെന്ന് പറയുന്ന പ്രത്യാഹാരം ഉണ്ടാക്കിയത്. ഈ എണ്ണിലെ അക്ഷരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? യ വ ര ല. ഇത്രയും അക്ഷരങ്ങളെ മധ്യമങ്ങളെന്ന് പറയും. മധ്യമം എന്ന് പറഞ്ഞാൽ നേരത്തെ ഋന്റെ കാര്യം പറഞ്ഞ പോലെ നരസിംഹത്തെ പോലെയാണിത്. എന്നുവെച്ചാൽ ഇത് സ്വരത്തിനോടും ചേർക്കാം, ഇതിനെ വ്യഞ്ജനത്തിനോടും ചേർക്കാം. ഇതിന് ഒരു
സ്വരത്തിന്റെ സ്വഭാവം കാണിക്കും, ഇത് വ്യഞ്ജനത്തിന്റെ സ്വഭാവം കാണും. ഇതിന് അന്തസ്ഥങ്ങളെന്നും പേരുണ്ട്. ഇതിന് ഏണോ അന്തസ്ഥാഹ നമ്മളിനി പഠിക്കും. ഇത് സ്വരത്തിന്റെ സ്വഭാവം കാണിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഈ എന്ന് പറയുന്ന സ്വരമാണ്. അതിന് പകരം യകാരം ഉപയോഗിക്കാം. ഊ എന്ന് പറയുന്ന സ്വരമാണ്, അതിന് പകരം വകാരം ഉപയോഗിക്കാം. ഋ എന്ന് പറയുന്ന സ്വരമാണ്, അതിന് പകരം ര അല്ലെങ്കിൽ രേഫത്ത് ഉപയോഗിക്കാം. ഋ എന്ന് പറയുന്ന സ്വരമാണ്, അതിന് പകരം ലു ഉപയോഗിക്കാം. ഇത് ശുദ്ധ വ്യഞ്ജനങ്ങളാണെങ്കിൽ അത് നടക്കില്ല. അപ്പൊ ഇതിന് സ്വരവുമായിട്ടൊരു ചേർച്ച ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് പെട്ടത്. സ്വരത്തിന്റെയും വ്യഞ്ജനത്തിന്റെയും ഇടയ്ക്ക് വരുന്ന എന്നുള്ള രീതിയിൽ മധ്യമങ്ങളെന്ന് പറയുന്നു. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. എണ്ണ് എന്ന് പറയുന്നത് മധ്യമങ്ങളാണ്. ഇനി ഹല്ലെന്ന് പറയുന്നു. ഹല്ലെന്ന് പറയുമ്പോൾ അവസാനത്തെ ഹല്ലിനെ എടുക്കാമോ? പാടില്ല. കാരണം അവസാനത്തെ 14ാമത്തെ സൂത്രം ഹല്ലാണല്ലോ. എന്തുകൊണ്ട് പാടില്ല? അതെല്ലാം പാണിനി പറഞ്ഞിട്ടുണ്ട്. ഹല്ലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഹായും അവസാനത്തെ ല് വരെ എടുക്കാം. അപ്പോ എണ്ണെന്ന് പറയുന്നത് മധ്യമങ്ങളാണ്. ഞമ്മങ്ങണ്ണം എന്ന് പറയുന്നത് അനുനാസികങ്ങളാണ്. ഇനി ഭഞ്ഞ് ഘട ധഷ്, ഇതിനെ ശ്രദ്ധിക്കും. നേരത്തെ നമ്മൾ എഴുതിയ അക്ഷരങ്ങൾ നമുക്ക് വർഗാക്ഷരങ്ങൾ. വർഗാക്ഷരങ്ങൾ എഴുതി കാണിക്കണം. മുമ്പ് എഴുതിയ വർഗാക്ഷരങ്ങൾ. ഇതില് 4ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട അക്ഷരങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 8ാമത്തെയും 9ാമത്തെയും സൂത്രങ്ങൾ നോക്കുക. പക്ഷെ ഇതിനെ അക്ഷരമാലാക്രമം എന്ന് പറയും. നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൂത്രക്രമം എന്ന് പറയും. സൂത്രക്രമം വേറെ, അക്ഷരമാലാക്രമം വേറെ. ഈ അക്ഷരമാലാക്രമത്തിൽ എഴുതിയിരിക്കുന്ന ഈ ക മുതൽ മാ വരെയുള്ള അക്ഷരങ്ങളെ വർഗ്യങ്ങളെന്ന് പറയും. കാരണം ഇത് വർഗാക്ഷരങ്ങളാണ്. ഇതിനെ വർഗ്യങ്ങളെന്ന് പറയും. പാണിനിന് സ്പർശങ്ങളെന്നും പറയും. സ്പർശങ്ങൾ. ഈ സ്പർശങ്ങളിലെ 4ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട, അതായത് ഘോഷാക്ഷരങ്ങൾ, അതിനാണ് ഈ 2 സൂത്രത്തിൽ പാണിനി പറഞ്ഞിരിക്കുന്നത്. ജഭഞ്ഞ് ഘടദഷ്. ഇതിനെ പറയാൻ വേണ്ടിയിട്ട് പാണിനി എന്തെയും ഝഷ് എന്ന് പറയും. ഒരു പ്രത്യാഹാരവും ഉണ്ടാക്കും. ഝഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഝഭഞ്ഞ് ഘടദഷിലെ ഝ ഭ ഘ ഢ ധ 3, 2, 5 അക്ഷരങ്ങളെ എടുത്തോണം. അതാവശ്യം വരും. നമ്മളിനി സന്ധിയിൽ വരുമ്പോൾ അത് മനസ്സിലാക്കും. അടുത്ത് വരുന്നത് എന്താണ്? ജ ബ ഗ ഡ ദ 4 അക്ഷരം. അത് നോക്കുക. 3ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടത്. അതിനാണ് 10ാമത്തെ സൂത്രത്തിൽ പാണിനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3ാമത്തെ എന്ന് പറയുമ്പോൾ മൃദു അക്ഷരങ്ങൾ. അതിനെ ഒരു ഗ്രൂപ്പിൽപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ. ഇതെല്ലാം മനസ്സിലിരിക്കണം. സന്ധിയും മറ്റും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല, മനസ്സിന് പ്രയാസമുണ്ടെന്ന് പറയുന്നത് ഇത് നമ്മുടെ മനസ്സിലിരിക്കാത്തതുകൊണ്ടാണ്. അതായത് പാണിനി ജസ് എന്ന് പറഞ്ഞാൽ ഏത് അക്ഷരങ്ങളെ ഗ്രഹിക്കണം, മൃദു അക്ഷരങ്ങളെ ഗ്രഹിക്കണം എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ എളുപ്പവും കാര്യങ്ങൾ മനസ്സിലാക്കും. പലപ്പോഴും നമ്മൾ മുമ്പോട്ട് ഇത് പഠിപ്പിച്ച് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി നമ്മുടെ മനസ്സിൽ പതിയത്തില്ല. ഇതവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ജഷ്, ജ ഭ ഘ ഘോഷാക്ഷരങ്ങളെല്ലാം വന്നു. അല്ല, ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദു അക്ഷരങ്ങളെല്ലാം വരണം. ജ ബ ഗ ഡ ദ. ഇതൊരു ഗ്രൂപ്പിൽ ഇതിനെപ്പെടുത്തിയിട്ട് ഇതിനൊരു സ്ഥലത്ത് പാണിനി പ്രത്യേകം കാണിക്കും. ഇനി അടുത്ത് 11ഉം 12ഉം നോക്കുക. ഖ ഭ ഝ ഢ ധ ച ട ത ക പ.
രണ്ടിനെയും കൂടെ ഇനി വർഗാക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നു നോക്കുക. ഇതിൽ ജസ്സിലൂടെ എഴുതി കാണിക്കുന്നുണ്ട്. ജ, ബ, ഗ, ഡ, ദ. 5 അക്ഷരങ്ങൾ വന്നു. കാരണം ഓരോ വർഗത്തിനും മേളിൽ നിന്ന് താഴോട്ട് 5 അക്ഷരങ്ങൾ വീതമാണ്. ഇനി അടുത്ത് ഇതിനെ നോക്കുക. വർഗാക്ഷരങ്ങൾ, വർഗ്ഗങ്ങൾ എഴുതിയിരിക്കുന്നത്. നേരത്തെ എഴുതിയത് ഇതിൽ നോക്കുക. 1, 2 ഗ്രൂപ്പ്. ഖരം, അധികരം. ഈ 2 ഗ്രൂപ്പിൽപ്പെട്ട അക്ഷരങ്ങളെയാണ് പാണിനി 11, 12 2 സൂത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നു. ഖരം, അധികരം രണ്ടിനും കൂടെ ഒരുമിച്ച്. അതിൽ ആദ്യത്തത് ഖ, ഭ, ജ, ഢ, ധ. 1, 2, 3, 4, 5. 11ാമത്തെ സൂത്രത്തിൽ ആദ്യത്തെ 5 എണ്ണമാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടത്. 2 എന്നിട്ടിരിക്കുന്നതിന്റെ താഴെയുള്ളത്. ഖ, ഭ, ജ, ഢ, ധ. അടുത്ത് വരുന്നത് ച, ട, ത 3, ക, പ 2, 5. ഇതാണ് ആദ്യത്തെ 1ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടത്. താഴോട്ട് ഖരാക്ഷരങ്ങൾ. അപ്പൊ അവിടെ പാണിനി എന്ത് ചെയ്തു? അക്ഷരമാലയിലെ വർഗാക്ഷരങ്ങളിൽ 1, 2 പെട്ട ഖര, അധികരം. ഇവിടെ എഴുതിയിട്ടുണ്ട് ഖരം, രണ്ടാമത്തെ അധികരം. ഇതിനെ പാണിനി ഇവിടെ 2 സൂത്രങ്ങളിലായി കാണിച്ചു, 11ഉം 12ഉം. അപ്പൊ പാണിനി ഖൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, വർഗാക്ഷരങ്ങളിലെ 1ഉം 2ഉം ഗ്രൂപ്പാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും വേണ്ടിയിട്ട് പ്രത്യേക സൂത്രം ഉണ്ടാക്കി. അതിനും പ്രയോജനമുണ്ട്. കാരണം ഇതിനെല്ലാം ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കും. അടുത്തു വരുന്നത് ശ, ഷ, സ, ഹ. ആദ്യം ഒരു ഹ വന്നു, അവസാനം ഒരു ഹ വന്നു. ഈ ശാഷാസാഹ എന്ന് പറയുന്ന 4 ശബ്ദങ്ങൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇതിന് ഊഷ്മാക്കളെന്ന് പറയും. ഇതിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ശാഷാസ. നമ്മൾ സാധാരണ അക്ഷരമാലയിൽ എങ്ങനെയാണ് യാ, രാ, ല, വ, ശാഷാസാഹ ഇങ്ങനെ പറയുന്നു. അതിനെ പാണിന്റെ 2ആയി തിരിച്ച് എണ്ണെന്നും ശല്ലെന്ന് 2ആയി തിരിച്ച് അതിന്റെ ക്രമം മാറ്റി. എണ്ണിന്റെ സ്വഭാവം നേരത്തെ പറഞ്ഞല്ലോ. എണ്ണെന്ന് പറയുമ്പോൾ അത് മധ്യമങ്ങളാണ്, സ്വരത്തോടും വ്യഞ്ജനത്തോടും ചേർക്കാവുന്നതാണ്. ശല്ലെന്ന് പറയുന്നത് ഊഷ്മാക്കളാണ്. അത് 1, 2, 3, 4 ശ, ഷ, സ, ഹ. പക്ഷെ മലയാളത്തിൽ നമ്മൾ അക്ഷരമാല എഴുതുമ്പോൾ ഈ ഭേദമൊന്നും വയ്ക്കാതെ യാ, രാ, ല, വ, ശ, ഷ, സ, ഹ എന്ന് ഒരുമിച്ചങ്ങ് എഴുതും. മറ്റ് അക്ഷരമാലകളിലും അതുപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കന്നഡയിലും തെലുങ്കിലും തമിഴിലും ഒക്കെ ഏകദേശം ഇതുപോലെ ആയിരിക്കും. എനിക്കതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. പക്ഷെ മലയാളത്തിൽ ഇങ്ങനെ എഴുതും. പക്ഷെ സംസ്കൃതത്തിൽ ഈ ഒരു ക്രമം സംസ്കൃത അക്ഷരമാലയിലുമുണ്ട്. ഇതിനെ പറയും ലോകപ്രസിദ്ധമായ കർമ്മം. പാണിനി പക്ഷെ അതിനെ മാറ്റിയിട്ടിപ്പോൾ നമ്മൾ കണ്ട രീതിയിൽ അതിനൊന്ന് പുനഃക്രമീകരണം നടത്തി. അപ്പോൾ ഊഷ്മ എന്ന് പറയുന്ന പ്രത്യേക സ്വഭാവമുള്ള അക്ഷരങ്ങളെ ഒരു പ്രത്യേക ഗ്രൂപ്പിൽപ്പെടുത്തിയിട്ട് ശ, ഷ, സ, ഹ എന്ന് വയ്ക്കും. ഈ ആദ്യ ഒരു ഹായും രണ്ടാമതൊരു ഹായ് വീണ്ടും പറഞ്ഞ എന്തിന്? ആദ്യത്തെ ഹ പറഞ്ഞിരിക്കുന്നത് അട്ടെന്ന് പറയുന്ന ഒരു പ്രത്യാഹാരമുണ്ട്. അയ ഉണക്ക് ഏവങ്ങ് അയ ഉച്ച് ഹയ വരട്ട് എന്ന് പറയുന്ന ആ അട്ടെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ പാണിനിക്ക് ഹായ കെട്ടണം. അതിനു വേണ്ടിയിട്ടാണ്. അതിന്റെ സ്വഭാവം വേറെയാണ്. അത് ചേരുന്നത് ശല്ലിനോടാണ് അവസാനത്തെ. പക്ഷെ ഒരു പ്രത്യാഹാരത്തിൽ അതിന്റെ ആവശ്യം വന്നുകൊണ്ട് അതിനാദ്യം പറഞ്ഞു. ഇനി പാണിനി വേറൊരു പ്രത്യാഹാരം ഉണ്ടാക്കി, ശല്ല്, ശാഷ, സഹ. അതിലും വേണം ഹ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവസാനം ഭ പ്രത്യേക ഒരു സൂത്രമാക്കി.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അക്ഷരസമാമനായത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. ഈ പറഞ്ഞ വിശദീകരണങ്ങളെല്ലാം പാണിനി പറഞ്ഞിരിക്കുന്നത് വ്യാകരണത്തിന്റെ ഒരംഗമായ പാണിനീയ ശിക്ഷയിലാണ് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിരിക്കുന്നത്. വ്യാകരണത്തിന്റെ അംഗങ്ങളാണ്. വ്യാകരണത്തിനൊരു ശരീരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാധ്യായി, അതിന്റെ അംഗങ്ങളാണ് ഒന്ന് അക്ഷരസമാമനായം, രണ്ടാമത് പാണിനീയ ശിക്ഷ, മൂന്നാമത് ധാതുപാഠം, ലിംഗാനുശാസനം, ഗണപാഠം. അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന വഴിക്ക് മനസ്സിലാകും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാണിനീയ ശിക്ഷ. സ്വരങ്ങൾ, സ്ഥാനങ്ങൾ, ഉച്ചരിക്കേണ്ട ക്രമങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നത് പാണിനീയ ശിക്ഷയാണ്. പാണിനീയ ശിക്ഷകൾ തന്നെ പലതുണ്ട്. ഇനി പാണിനി മാത്രമല്ല, നാരദൻ, വസിഷ്ഠൻ, വ്യാസൻ തുടങ്ങിയ ഋഷിമാരെല്ലാം ശിക്ഷകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം ഇനി സംജ്ഞാപ്രകരണത്തിൽ പറയുന്ന കാര്യങ്ങൾ, സ്ഥാനങ്ങൾ, പ്രയത്നങ്ങൾ, ഇതെല്ലാം പാണിനീയ ശിക്ഷ വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യും.